വായിക്ക് ഒരു രുചിയില്ലാണ്ടിരിക്കുവാണോ? എങ്കിൽ ദാ ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചേ. പോയ രുചിയൊക്കെ അങ്ങ് വന്ദേ ഭാരത് പിടിച്ചിങ്ങ് വരും. അപ്പോൾ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് എണ്ണയൊഴിച്ച് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കി കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് സ്ലൈസ് ചെയ്തെടുത്തൊരു സവോളയും ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുത്ത് അതും ഒന്ന് കോരി മാറ്റാം. ഇനി പാനിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യത്തിന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി മൂപ്പിച്ച് അതും ഒന്ന് വറുത്തെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 2 മുറിച്ച് 2 തക്കാളിയും ചേർത്ത് മൂടി വെച്ച് 5 മിനിറ്റ് വേവിച്ച് തക്കാളിയുടെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുത്ത് അതും ഒന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഓംലേറ്റ് അല്ലേ, അത് ഇതുപോലെ റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി പൊരിച്ചെടുത്ത ഐറ്റംസ് ഓരോന്നായി ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായി തിരുമ്മി ഉടച്ച് കട്ട് ചെയ്ത് വെച്ച ഓംലേറ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും അരമുറി ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിച്ച് കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ എഗ് ബർത്ത റെഡി. ചോറിൻ്റെയും കഞ്ഞിയുടെയും ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ ഒപ്പം അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ പോകുന്നതിന് മുന്നേ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.